ഈ വേദം മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഇത് മൃഗങ്ങൾക്ക് ബാധകമല്ല. ഇത് വലിയ ചർച്ചയ്ക്ക് വിഷയമായെന്ന് പറയും. അതായത് വേദത്തിനെ വിവരിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഏതോ കാട്ടിലും ഗുഹയിലും ഒക്കെ ഇരുന്ന് എഴുതിയവര് ഇന്ന് ഈ മോഡേൺ ന്യൂ ജെൻ വേൾഡിൽ ഇതൊക്കെ ആപ്ലിക്കബിൾ ആണോ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ തുടങ്ങി. എന്നാണോ ഇതൊക്കെ തള്ളിക്കളയാൻ തുടങ്ങിയത്, വേദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഷോഡശ സംസ്കാരം. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ ആധ്യാത്മിക പ്രഭാഷണത്തിൽ എന്നോട് പ്രത്യേകിച്ച് വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അതിർത്തി കൽപ്പിക്കാതെ മനസ്സിൽ വരുന്നത് ഗുരുക്കന്മാരുടെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പകരാനായി ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചു. പ്രധാനമായും ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയേണ്ടത്? പ്രധാനമായും ആദ്യമായിട്ട് വരുന്ന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം, ക്ഷേത്രഭൂമിയുടെ പ്രാധാന്യം, ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ പല പ്രഭാഷണങ്ങളും ഉള്ളതുകൊണ്ട് ഇതൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ പുനരുക്തി ദോഷം ഭഗവത് കാര്യത്തിലില്ല. നമുക്കത് എത്ര തവണ വേണമെങ്കിലും കേൾക്കാം, അതിൽ ദോഷമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിലെ ഭാഗവത മാഹാത്മ്യം ഒന്ന് നോക്കിയാൽ മതി. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ മാഹാത്മ്യം പറയുന്ന ഭാഗത്ത്, അത് പത്മപുരാണത്തിലാണ് ഉള്ളത്. അതിൽ ഒരു ദുന്ദുകാരിയുടെ കഥ പറയുന്നുണ്ട്. ഈ ദുന്ദുകാരി ഭാഗവതം ഒറ്റ പ്രാവശ്യമേ കേട്ടുള്ളൂ, മോക്ഷം കിട്ടി. നമ്മളോ അല്ലേ? ഒരു പ്രാവശ്യം കേട്ടാൽ നമ്മളുടെ മനസ്സിലേക്ക് ഇതെല്ലാം എത്തുമെങ്കിൽ നമ്മളൊക്കെ എവിടെ മോക്ഷം കിട്ടി പോകേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ കുറേയൊക്കെ ഉള്ളിലേക്ക് കയറും, കുറേയൊക്കെ ഉള്ളിൽ കയറിയാൽ ആചരിക്കും. പക്ഷെ പൂർണ്ണമായിട്ടും അത് നമ്മളുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ആചരണ പദ്ധതിയിലേക്കും വരാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെ ഒക്കെ ഇരിക്കുന്നതും വീണ്ടും പ്രഭാഷണം കേൾക്കാനായി എത്തിച്ചേരുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ചരിത്രങ്ങൾ അനുസ്മരിക്കാം. എന്തിനാണ് നമ്മളുടെ ഗ്രന്ഥങ്ങളെല്ലാം പഠിക്കേണ്ടത്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം കുറേ കാലം മുമ്പാണെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടാണ് ഏതാണെന്ന് ചോദിച്ചാൽ. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥം ബൈബിളാണെന്ന് നമുക്കും കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഖുറാനാണെന്ന് നമുക്കറിയാം. നമ്മളുടെ ഏതാണെന്ന് ചോദിച്ചാലാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുക. ഈയിടെ ഏതോ ഒരു ചാനലിൽ ഇന്നത്തെ കാലത്തെ കോളേജ് ലൈഫ് സ്റ്റുഡൻസിനോട് ഇതൊക്കെ ചോദിക്കുന്നത് കേട്ടു. രാമൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിക്കുമ്പോൾ ദ്രൗപദിയാണെന്ന് പറയും. എല്ലാം ഇങ്ങനെയുള്ള മറുപടികളാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ അങ്ങനെയുള്ളവരോട് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യമല്ല. എങ്കിലും ഇന്ന് സനാതനധർമ്മത്തിന് ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല, പക്ഷെ ക്ഷയിക്കാനൊക്കെ സാധ്യതയുണ്ട്. ക്ഷയിക്കും, ഉണർവ് വരും. ഇപ്പോൾ ആ ഉണർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പലരോട് ചോദിച്ചാൽ അവർക്കറിയാം വേദം എന്നുള്ളതാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ളത്. പക്ഷെ ഈ വേദത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്താണ്? അറിവ്, അല്ലേ? അപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെങ്കിൽ ഈ വേദത്തിലുള്ളത് എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ? പക്ഷെ അത് ചോദിക്കുമ്പോൾ നമ്മൾ പറയും അത് ഈ പൂണൂലിട്ടവർക്ക് ഉള്ള സാധനം, അല്ലെ സന്യാസിമാർക്കുള്ള സാധനമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലാനുള്ളതാണ്. ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് വേദമെങ്കിൽ എല്ലാ ഹിന്ദുവിനും ബാധകമായിട്ടുള്ള കാര്യമായിരിക്കും അതിൽ
പറഞ്ഞിരിക്കുന്നത്. സംശയമുണ്ടോ? എല്ലാവർക്കും അതിൽ 80-90% കർമ്മകാണ്ഡമാണ്. നമ്മൾ എങ്ങനെ ജീവിക്കണം, ധർമ്മമാർഗത്തിൽ എങ്ങനെ ചരിക്കണം എന്നൊക്കെയാണ്. ഉപാസനാകാന്ഡം വളരെ കുറച്ചേ ഉള്ളൂ, സന്യാസ മാർഗത്തിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെയുള്ള ഒന്നാണ് എന്ന് നമ്മൾ പലപ്പോഴും ധരിച്ച് വെക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പെടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് എന്ത് വേണം എന്നല്ലേ. ഇന്ത്യ വേണം, ഭാരതം വേണം. ഈ ഭാരതം എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന് ധാരാളം ആചാര്യന്മാര് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെയാണ് താനും. എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ഭ എന്നാൽ ഭാവം, രാ എന്നാൽ രാഗം, ത എന്നാൽ താളം. ഭാവരാഗ താള സമന്വയം ഭാരതം. രണ്ടോ, ഭ എന്നാൽ ഭഗവാൻ, ഭഗവാനോട് രതിയുള്ള, സ്നേഹമുള്ള, പ്രേമമുള്ള രാഷ്ട്രം. അതാണ് രണ്ടാമത്തെ ഡെഫിനേഷൻ. മൂന്നാമത്തേതോ ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന നിർവചനമാണ്. ഭ എന്നാൽ പ്രകാശം. ഇപ്പൊ പ്രകാശത്തിൽ രമിക്കുന്ന, ജ്വലിക്കുന്ന, മുഴുകിയിരിക്കുന്ന രാഷ്ട്രം. അപ്പൊ പ്രകാശത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നല്ല LED ലൈറ്റിലൊക്കെ മുഴുകിയിരിക്കുന്ന രാഷ്ട്രം എന്നാണോ? അങ്ങനെയല്ല. ശങ്കരാചാര്യർ തന്നെ കൃത്യമായിട്ട് പറയുന്നു, ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്. നമ്മൾ പറയത്തില്ല തലയിൽ വെളിച്ചം വേണം എന്നൊക്കെ അല്ലേ? അതെന്താണ്? നമുക്കെന്തോ ബുദ്ധി വന്നു, ബോധം വന്നു എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ്. അപ്പോൾ ശങ്കരാചാര്യർ പറയുന്നു, അറിവിൽ ജ്വലിച്ചിരുന്ന രാഷ്ട്രമാണ്. വിശ്വഗുരുവായിരുന്നു ഭാരതം. രേഖപ്പെടുത്തിയ ചരിത്രമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള സംസ്കാരവും അഭ്യസിക്കുന്നതിനായി ഭാരതത്തിൽ വന്നിരുന്നു. ഭാരത സംസ്കാരം മാത്രം പഠിക്കുന്നതിനല്ല, ഏത് തരത്തിലുള്ള സംസ്കാരവും പഠിക്കുന്നതിന് ഇവിടെ വന്നിരുന്നു. അത് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള, അറിവുള്ള ആചാര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഭാരതം വിശ്വഗുരു ആയിരുന്നു. ഇനി ധാരാളം ഡെഫിനേഷൻസ് ഉണ്ട്. ഭാഗവതം അറിയാവുന്നവർക്കറിയാം. ജഡഭരതൻ ഭരിച്ചതുകൊണ്ട് അല്ലേ, ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രൻ ഭരതൻ ഭരിച്ചതുകൊണ്ട് ഭാരതം എന്ന പേർ വന്നു. ഇതിനൊക്കെ മുമ്പും ഭാരതത്തിന്റെ പേരെന്തായിരുന്നു? ഭാരതം എന്നായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഞാൻ ചേർത്ത് പറയാൻ പോവാണ്. ഞാൻ ഒന്ന് തുടങ്ങിയത് വേദത്തിലാണ്, ഒന്ന് ഭാരതത്തിലാണ്. അപ്പോ വിശ്വഗുരു, ഭാരതം എന്നും പ്രാധാന്യം കൊടുത്തിരുന്നത് അറിവിനുമാണെങ്കിൽ നമ്മളുടെ ഭാരതം എന്താണ്? ഒരു സരസ്വതി ക്ഷേത്രമല്ലേ? അറിവിന്റെ ദേവത ആരാണ്? സരസ്വതി ദേവി. അപ്പൊ ഭാരതം വിശ്വഗുരു ആണെങ്കിൽ എന്താണ്? ഭാരതം സരസ്വതി ദേവി തന്നെയാണ്. സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി. അതിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നത്. അതായത് നമ്മളുടെ രാജ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? അറിവിനാണ് എന്നർത്ഥം, സരസ്വതിക്കാണ്. അതുകൊണ്ടാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായി എന്ത് വെച്ചത്? വേദം വെച്ചത്. വേദത്തിന്റെ അർത്ഥം എന്താണ്? അറിവ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്? അറിവിനാണ്. പക്ഷെ ഈ സാധനവും കിട്ടാൻ എളുപ്പമാണോ? പനച്ചിക്കാട് പോയിട്ടില്ലേ? ഇവിടെ പലരും തൊഴാനായിട്ട്. ദേവി എവിടെ ഇരിക്കുന്നേ? കാണാൻ പറ്റുമോ? അല്ലേ? അറിവ് എപ്പോഴും ഒളിഞ്ഞിരിക്കുക അല്ലേ? അവിടെ ദേവി കുറേ ഇലകളൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. അറിവ് എപ്പോഴും ഇങ്ങനെ ഗോപ്യമായിട്ടിരിക്കും. നമ്മൾ അതിനെ എങ്ങനെ വേണം? കണ്ടുപിടിച്ചെടുക്കണം. ബദരി പോയിട്ടുള്ളവർക്കറിയാം, മാനാ ഗ്രാമത്തിലെത്തുമ്പോൾ അവിടെ ശക്തിയേറിയ സരസ്വതി നദിയുടെ ഉദ്ഭവം കാണാൻ സാധിക്കും. അത്രയും കാലം നമ്മൾ സരസ്വതി നദി ഉണ്ട്, പിന്നെ അത് ഭൂമിക്കടിയിലോട്ട് പോയി കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ആ മാനാ ഗ്രാമത്തിൽ ചെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള ആ പാറക്കെട്ടുകൾക്കിടയിൽ കൂടെയുള്ള പ്രവാഹം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അത്രമാത്രം ശക്തിയിലാണത് വരിക. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ചു ദൂരം ഒഴുകി കഴിയുമ്പോഴേക്കും ഇതിനെ കാണാതെയാകും. വീണ്ടും സരസ്വതി നദി അപ്രത്യക്ഷമാകും. പിന്നെ ഇത് പൊങ്ങുന്നത് പ്രയാഗ്രാജിലാണ്, വാരണാസിക്കടുത്തുള്ള. നമുക്ക് അലഹബാദ് എന്നൊക്കെ പറഞ്ഞാലേ അറിയും. അലഹബാദ് എന്നൊക്കെ പറഞ്ഞത് പിന്നീട് പേര് മാറ്റിയതാണ്. നമ്മുടെ പുരാണങ്ങളിൽ പ്രയാഗകളെ പറ്റി വളരെയധികം വർണ്ണിച്ചിട്ടുണ്ട്.
പ്രയാഗ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലുവൻസ് ഓഫ് റിവേഴ്സ്, നദികളുടെ സംഗമമാണ്. അതിൽ തന്നെ ത്രിവേണി സംഗമം, ഗംഗ യമുന സരസ്വതി സംഗമമാണ്. അതായത് പ്രയാഗകളുടെ രാജാവാണ് ശരിക്കും ഈ പ്രയാഗ്രാജ് എന്ന് പറയുന്ന വാരണാസിക്ക് അടുത്തുള്ളത്. അവിടെ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെ അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിലേക്ക് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്കവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. യമുന ഇങ്ങനെ ഒരു പച്ച കളറിൽ വരും, ഗംഗാ നദി വെളുത്ത നിറത്തിലും വരും. അപ്പം ഇതും എല്ലാം കൂടെ സംഗമിക്കുന്ന സ്ഥലം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം അവിടെയും പറയുന്നത് ആ സരസ്വതി നദി നമുക്ക് കാണാൻ സാധിക്കില്ല, ഗോപ്യമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം അറിവ് നമുക്ക് അത്ര പെട്ടെന്ന് സുലഭമായിട്ടുള്ള കാര്യമല്ല, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെയധികം ശ്രദ്ധയോടെ താല്പര്യമുള്ളവർക്ക് മാത്രം വെളിപ്പെടേണ്ട ഒന്നാണ് അത്. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാ ഉപദേശമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, ഇത് വളരെ നിഗൂഢമായിട്ടുള്ള രഹസ്യമാണ്, ചുമ്മാ കണ്ടവർക്കൊന്നും ഇത് കൊടുത്തേക്കരുത്. ഇത് അർജുന വളരെ നിഗൂഢമായിട്ടുള്ള രഹസ്യമാണ്, പാത്രം അറിഞ്ഞ് വിളമ്പാവും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിന് കാരണം ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങ് ഒരു മാജിക്കുകാരനാണെന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് പെട്ടതൊന്നുമല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അവൈലബിൾ ആയിട്ടുള്ള അന്നത്തെ പുസ്തകങ്ങൾ മുഴുവൻ ഒരു വർഷം കൊണ്ട് വായിച്ച് തീർത്ത്, അന്ന് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം വായിച്ച് തീർത്ത്, അപ്പം അതിനു മുമ്പേ ഒരു ആധ്യാത്മിക ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നാലും ആ സമയത്തൊക്കെ നമുക്ക് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവ് വരും. ഇപ്പം വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥമൊക്കെ നോക്കുമ്പോൾ ചിലയിടത്ത് കാണും ഭഗവാൻ ഇങ്ങനെ യോഗനിദ്രയിലാണ്, ചിലയിടത്ത് കാണും ഭഗവാൻ എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നു, ഭഗവാൻ ഉറങ്ങാറേ ഇല്ല, ഭഗവാൻ ഉറങ്ങിയാൽ നമ്മുടെ കാര്യം പോക്കാണ് എന്നൊക്കെ. അപ്പം നമുക്ക് ആകെ സംശയം തോന്നും ആ പ്രായത്തിലൊക്കെ, ഭഗവാൻ യോഗനിദ്രയിലാണ് കുറേ കാലം എന്ന് പറയും, അല്ലെങ്കിൽ ഭഗവാൻ ഉണർന്നിരിക്കുന്നു എല്ലായ്പ്പോഴും എന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ്? അപ്പം ഇങ്ങനെയുള്ള പല പല ആ പ്രായത്തിലെ സംശയങ്ങളെല്ലാം തീർക്കപ്പെട്ടത്, ക്ലാരിറ്റി വന്നത് ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പുസ്തകങ്ങൾ വായിച്ചതോടുകൂടിയാണ്. അപ്പം എന്താണ്, എനിക്കതെൻ്റെ അനുഭവമായി, ഞാൻ കൺവിൻസ്ഡായി, എനിക്ക് അനുഭവമായി. പക്ഷേ അതേ സമയം തന്നെ എന്നോട് പലരും വന്ന് ബാബായെ പറ്റി വളരെ മോശമായിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. ഞാൻ അവരോട് എന്തെങ്കിലും ബാബായെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നിരിക്കട്ടെ, ഒരിക്കലും ചിലർ അവരുടെ വാദഗതികൾ തെറ്റാണെന്ന് സമ്മതിക്കില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു ക്ഷമ പോലും അവർക്ക് കാണില്ല. അവരെന്ത് ചെയ്യും, അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല, ഞാൻ അവരോട് കൂടുതലായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോകുമ്പോൾ അവർ ബാബായെ പറ്റി വളരെ മോശമായിട്ടുള്ള പല പ്രസ്താവനകളും ഇറക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ബാബായെ പറ്റി ഒരാൾ മോശമായ പ്രസ്താവന ഇറക്കാൻ ശരിക്കും കാരണക്കാരി ഞാനല്ലേ? എന്തിനാ ഇവരോടൊക്കെ പോയി പറയാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, ശരിയായ താല്പര്യത്തോടു കൂടി അന്വേഷിച്ച് വരുന്നവരോട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുക അല്ലേ. ഇപ്പം ഇവിടെ ഞാനും ഗുരുക്കന്മാരുടെ വാക്കുകൾ, ഇതൊന്നും നമ്മളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. ആരൊക്കെയോ ഗുരുക്കന്മാർ പറഞ്ഞു, അത് നിങ്ങളിവിടെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ വിളിച്ചു വരുത്തി, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. നേരെ മറിച്ച് ഞാനായിട്ട് ഒരിടത്ത് പോയി നിങ്ങളിതെല്ലാം കേൾക്കണം, ഞാൻ പറയുന്നത് ഇതൊന്നും താല്പര്യമില്ലാത്ത ഒരാളോട് പറഞ്ഞാൽ അവർ മനസ്സിലോ നേരിട്ടോ നിന്ദിക്കും. ഇവരിത് നിന്ദിക്കാൻ നമ്മൾ കാരണക്കാരാകുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്, ഇതിന് ശ്രദ്ധയുള്ളവരോട് താല്പര്യമുള്ളവരോട് മാത്രമേ ഇത് പറയാവൂ. കാരണം അങ്ങനെയുള്ളവരുടെ തലയിൽ ഇത് കയറും. അങ്ങനെയുള്ളവരെ വളരെ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ഈ അറിവുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയുള്ള അറിവുകൾ ശരിയായ ബുദ്ധിയിൽ നമ്മൾ കേൾക്കണം. നമ്മുടെ നവരാത്രി ആഘോഷത്തിൻ്റെ പ്രത്യേകതകൾ നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും.
9 ദിവസം നമ്മൾ എങ്ങനെ പൂജിക്കുന്നു നോക്കാം. പലതരത്തിലുള്ള സമ്പ്രദായമുണ്ട്. ആദ്യത്തെ 3 ദിവസം കാളി ദേവിയെ പൂജിക്കും, പിന്നെയുള്ള 3 ദിവസം ലക്ഷ്മി ദേവിയെ പൂജിക്കും, അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയെ പൂജിക്കും. ഈ ഓർഡർ തെറ്റിപ്പോയാൽ വല്ല കുഴപ്പമുണ്ടോ? ചുമ്മാ ആചാര്യന്മാരെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണോ? അല്ലേ, നമ്മൾ ഇങ്കി പിങ്കി പോങ്കി എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ കളിക്കത്തില്ലേ? എന്തിട്ട് അതെടുത്തു, ഇതെടുത്തു. അങ്ങനെയല്ല, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയുണ്ട്. 9 ദിവസം നമ്മൾ വ്രതമൊക്കെ എടുക്കുമ്പോൾ എന്താണ്, ആദ്യത്തെ 3 ദിവസം നമ്മൾ കാളി ദേവിയെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ, കാളി ദേവി എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തിന്മയെ നശിപ്പിക്കുന്നതിനാണ്, അല്ലേ? വ്രതമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് മര്യാദയാവും. നവരാത്രി ആയിപ്പോയില്ലേ, ഞാൻ കാണിച്ചു തന്നേന്, അല്ലേ, ഞാൻ വ്രതം എടുക്കുന്ന സമയം, അതുകൊണ്ടിപ്പം ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ കുറച്ച് അടക്കും, നമ്മുടെ തിന്മയൊക്കെ ഒന്ന് ഒതുക്കും. തിന്മ ഇല്ലാതെയാകുമ്പോൾ അതിനെ ഒന്ന് നമ്മൾ ഒതുക്കുമ്പോൾ അവിടെ എന്ത് ഉടലെടുക്കും? നന്മ ഉടലെടുക്കും, അല്ലേ? അപ്പം ഈശ്വര വിചാരമൊക്കെ ഉണ്ട്, കുറച്ച് നാമമൊക്കെ ജപിക്കും, അവിടെ നന്മ ഉടലെടുക്കും. നന്മ ഉടലെടുത്ത അതാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ധനം മാത്രമല്ല, ഇങ്ങനത്തെ നമ്മുടെ എന്താ പറയുക, രത്നങ്ങളും നാണയങ്ങളും മാത്രമല്ല സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തിന് വളരെ വലിയൊരു അർത്ഥതലമുണ്ട്. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവി നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ആ നന്മയുള്ള മനസ്സിൽ അറിവുണ്ടാകണം. അതാണ് 3-ാം ദിവസം, അടുത്ത ലാസ്റ്റ് 3 ദിവസം നമ്മൾ സരസ്വതി ദേവിയെ പൂജിക്കുന്നത്. നന്മയുള്ള മനസ്സിലല്ല സരസ്വതി ദേവി അല്ലെങ്കിൽ അറിവ് വരുന്നതെങ്കിലും ഇപ്പം നമ്മൾ കാണാറുണ്ട് വാട്സപ്പിലൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒക്കെ അറിവിലേക്കായി പല ഇൻഫർമേഷൻസും പോലീസ് പാസ് ചെയ്യും. അപ്പം അതിൽ ചില മയക്കുമരുന്നിൻ്റെ കാര്യമൊക്കെ പറയും. പുതിയ തരത്തിലുള്ള ഒരു മയക്കുമരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊറ്റ പ്രാവശ്യം വായിലേക്ക് വെച്ചാൽ തലച്ചോറിനെ ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഏതെങ്കിലുമൊക്കെ ഒരുത്തൻ ലാബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നതല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ്? അവൻ്റെ മനസ്സ് മുഴുവൻ തിന്മയാണ്. തിന്മയായതുകൊണ്ടാണ് അവന് അറിവില്ലേ. അപ്പം മണ്ടനാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലേ? നമ്മൾ അത്രമാത്രം ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവൻ്റെ മനസ്സിൽ എങ്ങനെയുള്ള ബുദ്ധിയാണ്? തിന്മയിൽ നിറഞ്ഞ അറിവാണ്. അതുകൊണ്ടാണ് ഇപ്പം തിന്മയിൽ നിറഞ്ഞ അറിവാണുള്ളതെങ്കിൽ അത് ലോകനാശത്തിന് കാരണമാകും. രാവണൻ്റെയൊക്കെ അതല്ലായിരുന്നു. നേരെ മറിച്ച് നന്മയുള്ള ഒരാൾക്ക് അറിവ് കൊടുത്താലോ ലോക നന്മയ്ക്ക് കാരണമാകും. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ആദ്യത്തെ 3 ദിവസം നമ്മുടെ തിന്മയൊക്കെ മാറ്റി നന്മയൊക്കെ ഉണ്ടാക്കി ആ നന്മയിൽ അറിവ് സമ്പാദിക്കണം. അതുകൊണ്ട് അറിവിനെ നമ്മൾ തേടിപ്പോണം. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറേ അറിവ് കിട്ടുന്നുണ്ടായിരിക്കും. ഈ അറിവിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചില്ലേ? ഇപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? വീട്ടിൽ ഇരുന്ന് സീരിയൽ കാണാം, മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കാം, അല്ലേ? കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കാം, എന്തൊക്കെ പരിപാടി ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളില്ലേ? ഇതെല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തിയില്ലേ? എന്തിനാ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ഭഗവത് കാര്യങ്ങൾ കേൾക്കണം, അറിയണം എന്നുള്ളൊരു ശ്രമം നടത്തി. അത് സരിത അയ്യർ ഇവിടെ ഇരുന്ന് പറയുന്നതുകൊണ്ടല്ല, ആര് പറഞ്ഞാലും ആ ശ്രമം നടത്തുമ്പോൾ ഭഗവാൻ നോക്കും അവൾക്ക് ശ്രദ്ധയുണ്ടോ, താല്പര്യമുണ്ടോ. അങ്ങനെയുള്ളവരിലേക്ക് എത്തും ഇത്, അല്ലേ? ഞാനും ചിന്തിക്കാറുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വലിയ കാര്യമായിട്ട് കേൾക്കുന്നു, വരുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി എന്നെ സ്വീകരിക്കുന്നു. പക്ഷെ എനിക്കറിയാം, ഞാൻ കുഞ്ഞിലെ ഇതൊക്കെ വായിക്കാനും പഠിക്കാനും എത്ര സമയമാണ് ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് സ്റ്റേജിൽ കയറിയിട്ട് മറന്നുപോയിട്ട് ഇറങ്ങി വന്നയാളാണ്. ജീവിതത്തിൽ പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇതെല്ലാം വായിക്കാൻ അസാമാന്യമായിട്ടുള്ള താല്പര്യമാണ്. സപ്താഹം കൂടാനും ഭഗവത് കാര്യങ്ങൾ കേൾക്കാനും ആചാര്യന്മാരോട് സംസാരിക്കാനും അവർ പറയുന്ന എല്ലാം കേൾക്കാനും അതൊരു പൂർവ്വജന്മ സുഹൃതം. എല്ലാ ആചാര്യന്മാരും വീട്ടിൽ വരുമ്പോൾ അവർ പറയുന്നതിനോടെല്ലാം ശ്രദ്ധ, ആ ഒരു കൃപാ കടാക്ഷമാണ് ഇന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്നറിയാം. അപ്പോൾ ആ പ്രായത്തിലുള്ള പലരും മറ്റു പല കാര്യങ്ങളിലും വ്യാപരിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിലെ തൊട്ട് ചെലവഴിച്ചത് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പം അതുകൊണ്ട് അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ശ്രമം നടത്തണം. നമുക്കതിൽ നിന്ന് താല്പര്യം ഉണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം.
ഈ അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുക? ഒരാൾക്കും വന്ന് നമ്മളെ പിടിച്ചൊലയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ഭഗവാൻ എന്താ ഇങ്ങനെ ആനയുടെ തല ചോദിക്കാറില്ലേ ചിലര്? അതുപോലെ നിങ്ങളുടെ ദേവിക്ക് എന്താ ഇത്ര കയ്യ്? നമുക്കിതിനെ പറ്റിയൊക്കെ അറിവുണ്ടെങ്കിൽ, ഇപ്പൊ എന്നോട് വന്ന ഒരാൾ സായിബാബ കള്ളനാണ് എന്നെങ്ങാനും പറയുകയാണെങ്കിൽ ഞാനൊന്നും മിണ്ടത്തില്ല. കുറെ നേരം അവർ പറയുന്നതൊക്കെ എന്തെങ്കിലും കേട്ടോന്നൊക്കെ ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്നെ ഇതൊന്നും ബാധിക്കില്ല, അല്ലേ? കാരണം എന്താ? ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ട്, വിശ്വാസമല്ല. അപ്പം ഇത് എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതെൻ്റെ അച്ഛനാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നാണോ നമ്മൾ പറയുക? ഇതെൻ്റെ അച്ഛനാണ്, ബോധ്യമാണ്, വിശ്വാസമല്ല. അപ്പൊ പിന്നെ ആരോടും തർക്കിക്കാനൊന്നും നമുക്ക് പോകണ്ട. അത് പൂർവ്വജന്മ സുഹൃത്തും ഗുരുകൃപയുള്ളത് കൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഈ അറിവ് സമ്പാദിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് സരസ്വതി ദേവി തന്നെ സരസ്വതി ദേവിയുടെ കയ്യിൽ ഒരു വീണയുണ്ട്. കച്ചബി എന്നാണ് ആ വീണയുടെ പേര്. ഈ വീണ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം. വീണയുടെ അറ്റത്തൊരു വ്യാളി ഇരിപ്പുണ്ട്, ഡ്രാഗൺ. ഡ്രാഗന്റെ സ്വഭാവം എന്താ? തീ തുപ്പിക്കൊണ്ടിരിക്കും ഫുൾ ടൈം, അല്ലെ? വായിൽ നിന്ന് തീ തുപ്പിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ചുമ്മാ ഉള്ള തീയല്ല, നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുപോലെ ശക്തിയേറിയ തീയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സരസ്വതി ദേവിയുടെ വീണയുടെ അറ്റത്തുള്ള ഡ്രാഗൺ ഇങ്ങനെ തൂങ്ങി മയങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിനെന്താ കാരണം? അതിന് കാരണം സരസ്വതി ദേവി എല്ലായ്പ്പോഴും വീണ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീണയിൽ നിന്ന് എന്താണ് വരിക? അറിവാണ് പുറപ്പെടുന്നത്. അപ്പൊ ആ വീണാനാദത്തിൽ മയങ്ങിയിരിക്കുകയാണ്. അത് നിർത്തിയാലോ ഇവൻ അവന്റെ തനി സ്വരൂപം കാണിക്കും. അപ്പൊ ഇവിടെ എന്താ നമുക്ക് പറയുന്ന സന്ദേശം? അറിവുണ്ടെങ്കിൽ ഇതുപോലെ തീ തുപ്പുന്ന ഒരു വ്യാളിയും നമ്മുടെ അടുക്കൽ എത്തില്ല, അല്ലെ? നമ്മളെ ഇതൊന്നും ബാധിക്കില്ല. നമുക്ക് അത്രമാത്രം ശക്തിയോടുകൂടി നമുക്കിരിക്കാൻ സാധിക്കും. അറിവ് നമ്മളിൽ നിന്ന് എപ്പോഴാണോ ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ അറിവ് സമ്പാദിച്ചില്ലെങ്കിൽ ഇതുപോലെ തീ തുപ്പുന്ന എല്ലാവരും നമ്മളെ കയറി ബാധിക്കും. അത്ര മനോഹരമായിട്ടാണ് കാണിച്ചു തരിക. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം വേദം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അറിവാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഈ അറിവ് നമ്മൾ എങ്ങനെയാണ്? തല വെച്ചിട്ടല്ലേ ചിന്തിക്കുന്നത്, അല്ലേ? മനസ്സ്, ഹൃദയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് എവിടെയായിട്ടെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്? തലയിലെന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ്. ഈ വേദം മനുഷ്യന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. ഇത് മൃഗങ്ങൾക്ക് ബാധകമല്ല. ഇത് വലിയ ചർച്ചയ്ക്ക് വിഷയമായൊരു കാര്യമാണ് ശങ്കരാചാര്യരുമായിട്ട്. അതെന്തുകൊണ്ടാണ് പന്തിയിലെ പക്ഷാഭേദം? മനുഷ്യർക്ക് മാത്രം എന്താണ് വേദം അടിസ്ഥാന ഗ്രന്ഥം, മൃഗങ്ങൾക്കില്ലാത്ത എന്തുകൊണ്ടാണ്? കാരണം മൃഗങ്ങൾക്കൊന്നിനുമില്ലാത്ത ഒരു ഗുണം മനുഷ്യനുണ്ട്. ആ ഗുണമുള്ളവന് മാത്രമേ വേദം അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. ഉദാഹരണത്തിന് വേദത്തിൽ കുറച്ച് സാധനാ പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നദിയിൽ പോയി കുളിച്ചു വന്ന് പദ്മാസനത്തിലിരുന്ന് 108 ഗായത്രി ചൊല്ലണം. ഇത് കടുവയോട് പറഞ്ഞാൽ നടക്കുമോ? അല്ലേ? അതുപോലെ ഏത് മൃഗത്തിനോട് പറഞ്ഞാൽ ഇതുവല്ലോ നടക്കുമോ? അതുകൊണ്ട് തന്നെ ആ സാധനാ പദ്ധതികളും വേദത്തിലുള്ള അറിവുകളും എല്ലാം ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? മനുഷ്യന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ പറയും, എത്രയോ മൃഗങ്ങളുടെ ജന്മവും പാറ്റയും പഴുതാരയും പുഴുവും ഒക്കെ ആയി കഴിഞ്ഞിട്ടാണ് വളരെയധികം അനുഗ്രഹമുള്ളത് കൊണ്ടും പൂർവ്വജന്മ സുഹൃതമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം ലഭിച്ചത്. അപ്പൊ ഈ മനുഷ്യജന്മം കിട്ടിയാൽ എന്ത് ചെയ്യണം? വീണ്ടും പാറ്റയും പഴുതാരയും പല്ലിയാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതിനുള്ള കാര്യങ്ങളാണ് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിന് പറഞ്ഞിരിക്കുന്നു, അതിനുള്ള ഒരു സാധനം, ഒരു സോഫ്റ്റ്വെയർ, ഒരു ആപ്ലിക്കേഷൻ, ഒരു ആപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ബ്രഹ്മദേവൻ നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇത് നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഉള്ളൊരു അവസ്ഥയാണ് പലപ്പോഴും നമുക്ക്. നമ്മൾ സാധാരണ പറയും ഏറ്റവും വിശേഷപ്പെട്ട
ജീവി, ജന്തു എന്ന് പറയുന്നത് മനുഷ്യനാണ്. ജന്തു എന്ന് പറഞ്ഞാൽ ജായത്തെ ഇതി ജന്തു, ജനിച്ചതെല്ലാം ജന്തുക്കളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പറയുക? നമ്മളെക്കാളും വേഗത്തിൽ നീന്തുന്നവയുണ്ട്, നമ്മളെക്കാളും വേഗത്തിൽ ഓടുന്നവയുണ്ട്, നമ്മളെക്കാളും രാത്രി നന്നായിട്ട് കാണാൻ സാധിക്കുന്നവയുണ്ട്, അല്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പറയുകയാണ് ഇവന്മാരെക്കാളും എല്ലാം കേമന്മാര് നമ്മളാണ്. എന്തുകൊണ്ടാണ്? ഇവരാരും നമ്മൾ പറയുന്നത് മനസ്സിലാക്കത്തില്ല, നമ്മളോട് വന്ന് വഴക്കടിക്കില്ല, ഇതൊന്നും എഴുതി വെച്ച പുസ്തകങ്ങൾ ഈ മുതലയും പാറ്റയും ഒന്നും വായിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ? ഇതൊന്നുമല്ല. ഇവർക്ക് ഈ ഗുണഗണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു ഗുണം നമുക്കുണ്ട്. അതാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്ന സാധനം. അപ്പൊ എന്താ നമ്മൾ ചെയ്യണ്ടേ? അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം, അല്ലേ? ആർക്കും ഇല്ലാത്തൊരു സാധനം നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പൊ എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങും സെയിൽസും ഏറ്റവും പുതിയ ട്രെൻഡുകളും സ്ട്രാറ്റജീസും ഇതൊക്കെയാണ് ഞങ്ങൾ കോളേജിൽ കൂടുതൽ പഠിപ്പിക്കുക. അഡ്വർടൈസ്മെൻറ്റും ഇതൊക്കെയാണ്. അപ്പോൾ അഡ്വർടൈസിങ് സ്ട്രാറ്റജി, പരസ്യം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റിനേക്കാൾ എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ പ്രോഡക്റ്റിനുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വേണം ആ പരസ്യം കാണിക്കാൻ. ശരിയല്ലേ? ഇപ്പം നമ്മൾ മൊബൈൽ ഫോൺസ് വാങ്ങിക്കാൻ പോയാൽ ഇതിനകത്തില്ലാത്ത എന്തെങ്കിലും അതിനകത്തുണ്ടോ, ഇതിനകത്തില്ലാത്ത എന്തെങ്കിലും മറ്റേതിലുണ്ടോ, ഏതിനാണ് ഫീച്ചേഴ്സ് കൂടുതൽ, ഇതൊക്കെ നോക്കില്ലേ, അല്ലേ? അപ്പം അതുപോലെ തന്നെ പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ സ്കോപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് ചുരുക്കം. അതിൻ്റെ സാധ്യത എത്ര മാത്രമുണ്ട്. നമ്മുടെ തലയിൽ ഇങ്ങനെ ഇൻസ്റ്റോൾ ചെയ്തിട്ട് കാര്യമില്ല, അതിനെ ഉപയോഗിക്കണ്ടേ. ഉപയോഗിച്ചില്ലെങ്കിൽ പ്രയോജനമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കോളേജ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ പറയാം, നൃത്തം കോളേജ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് പല പല കോഴ്സുകളെ പറ്റിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഈ പഠിക്കുന്ന കോഴ്സ് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ സാധ്യതകൾ എന്താണെന്ന് പലപ്പോഴും അറിയില്ല. ഇപ്പോൾ ഒരു B.Pharm പഠിക്കുന്ന കുട്ടിയോട് പലപ്പോഴും നമ്മൾ ഈ B.Pharm കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയുക, ഒന്ന് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് നിൽക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ഫാർമസിയിലൊക്കെ ജോലിക്ക് നിൽക്കാം എന്നാണ് പറയുക. എന്നാൽ B.Pharm പഠിച്ച ഒരു കുട്ടിക്ക് ഒരു മെഡിസിൻ ഫാക്ടറി തുടങ്ങാൻ സാധിക്കും. പക്ഷെ ഇത് പലപ്പോഴും അറിയില്ല. അതിൻ്റെ സ്കോപ്പ്, സാധ്യത അത്രമാത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇല്ലാത്ത വിശേഷ ബുദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ വിശേഷ ബുദ്ധി എന്താണ് എന്ന് നോക്കാം. അനേക സാധ്യതകളിൽ നിന്നും ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഇത് മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും വെച്ച് നോക്കിയാൽ മനുഷ്യന് വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് അതാ ചെയ്തത്. നിങ്ങൾക്ക് അനേക സാധ്യതകൾ ഈ 1 മണിക്കൂറിൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യായിരുന്നു, അല്ലേ? മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു, ആരെങ്കിലും ഫോണിൽ വിളിക്കായിരുന്നു, വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകായിരുന്നു, കിടന്നുറങ്ങായിരുന്നു, എന്തൊക്കെ ചെയ്യാം. അനേക സാധ്യതകളിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്തു? ആലോചിച്ച് ഒന്നിനെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ടതായിട്ടുള്ളത് മനുഷ്യനാണ്. അത് കൊല്ലണമെന്നും നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, അതും ഒരു സാധ്യതയാണ്. ഇതുവരെ ഭഗവാന് റോളില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ആരെങ്കിലും ചീത്ത വിളിക്കും, ദേഷ്യം വരുമ്പം ചിലപ്പോൾ നല്ല അടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയും, എന്നാലും ഭഗവാൻ എന്തിനാ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ച്, ഭഗവാൻ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാതിരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും വേറെ ആരുടെയെങ്കിലും തലയിലോട്ട് ഇട്ട് കൊടുക്കാൻ വലിയ സന്തോഷമാണ്. നമുക്കൊരു ബ്രഹ്മാനന്ദമാണ്, ആകെ സുഖമാണ്. എന്നാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റൊക്കെ കിട്ടിയാലോ നമ്മൾ പറയും, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് കഴിഞ്ഞ 1 വർഷം, അവിടെ ഭഗവാന് ക്രെഡിറ്റ് ഒന്നുമില്ല. കുർത്തക്കേട് എന്ത് ചെയ്താലും നമ്മളത് ഭഗവാന് കൊടുക്കും. പക്ഷേ ഇത് നമ്മളിങ്ങനെ കൊടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഭഗവാൻ എടുക്കില്ല. ഭഗവാൻ പറയുന്നു, അനേക സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുന്നത് വരെ നിന്റെ റോളാണ്.
നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചു. തീരുമാനിക്കുന്നവരെ ഭഗവാന് റോളില്ല. തീരുമാനിച്ചു കഴിഞ്ഞാലോ ഇനിയാ ഭഗവാന്റെ റോള് വരുന്നത്. തീരുമാനിച്ചു കഴിഞ്ഞാൽ ശക്തി വേണ്ട ഇങ്ങോട്ട് വരാൻ, അല്ലേ? തീരുമാനിച്ചൊക്കെ കഴിഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ശക്തി തരുന്നത് ഭഗവാനാണ്. ഇനി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാലും തീരുമാനിക്കുന്നത് വരെ നിങ്ങളുടെയാണ്. കൊല്ലാനും ആര് വേണം ശക്തി തരാൻ? ഭഗവാൻ വേണം ശക്തി തരാൻ. അതായത് ഇവിടെ ഒന്നും വിധിക്ക് ഒരു റോളില്ല എന്ന് ചുരുക്കം. നമ്മളെന്താ പറയുക? ഓ, എല്ലാം എൻ്റെ വിധിയാണ് എന്ന് പറയും. വിധിക്ക് ഇവിടെ വരെ റോളില്ല. ഇനി വിധിക്ക് എപ്പോഴാണ് റോളുള്ളത്? ഈ അനേക സാധ്യതകളുണ്ട്, അതിലൊന്നും തിരഞ്ഞെടുക്കാതെ ചുമ്മാ ഇരുന്നു. അപ്പം പിന്നെ എന്താ വരാനുള്ളത്? വലിയ തങ്ങത്തില്ല, എന്തെങ്കിലും സംഭവിക്കും. അതാണ് വിധി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ വിധിയെ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചുറപ്പിച്ച് മാറ്റാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ചിലപ്പോൾ ചില സംശയമൊക്കെ തോന്നും. ഞാൻ ഇത്ര നല്ലവനൊക്കെ ആയിട്ട് നടന്നിട്ടും എന്താണ് ദുഷ്ടന്മാരെ ദൈവം പല പോലെ വളർത്തുന്നല്ലോ ഭഗവാനെ, അല്ലേ? നമ്മളിന്ന് നമ്മളുടെ കേരളത്തിലോ ഒക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും. എന്നാൽ നമ്മളോ എന്തെങ്കിലും ഒരു ചെറിയ കുരുത്തക്കേട് ചെയ്താൽ അപ്പൊ കാലിടിക്കും, തല പോയി തട്ടും, എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ദൈവമേ ഞാനൊരു ചെറിയ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുരുത്തക്കേട് മനസ്സിൽ വിചാരിച്ചാൽ മതി, അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഒന്നുകിൽ കൈ മുറിയും, അല്ലേ? അപ്പം നമ്മൾ ഒരു ദിവസം ഒന്ന് ഓഫീസിൽ നിന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയേക്കാം, മാനേജർ കാണാതെ. വളരെ കൃത്യമായിട്ട് ഓഫീസ് ജോലികളൊക്കെ ചെയ്യുന്നയാളാണ് നമ്മൾ. ഒരു ദിവസം അത്യാവശ്യം നമ്മുടെ മാനേജർ കാണാതെ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ കൃത്യമായി പോയിച്ചാണ് മാനേജറുടെ, അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും ഈ ഓഫീസിൽ എത്ര പേരുണ്ട്, 10 ദിവസം വരത്തില്ല എന്നിട്ട് ഒപ്പിടുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഇറങ്ങിയപ്പോൾ ദൈവമേ നീ എന്തിനിങ്ങനെ കാണിക്കുന്നു എന്ന് തോന്നും. ഇതിൻ്റെ പ്രത്യേകത കൃത്യമായി മനസ്സിലാക്കണം. ഇതിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് നാരദമുനിയാണ്. നാരദമുനി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, തിന്മകൾ ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നയാൾ കലിയാണ്. ഈ കലിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? മനുഷ്യന്മാരെല്ലാം കുരുത്തക്കേട് ചെയ്യണം, തിന്മ ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പം നമ്മൾ ഈ സന്തോഷ് മാധവൻ, നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും, സന്തോഷ് മാധവന്റെ കഥ കേട്ടതല്ലേ? ഈ സന്തോഷ് മാധവൻ എന്താ പറഞ്ഞതെന്നറിയാം? ആദ്യം ഒരു തെറ്റ് ചെയ്ത്, ഈ ഭൂമി ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യം ഒന്ന് കള്ളത്തരം ചെയ്തു, അപ്പം ആരും പിടിച്ചില്ല. അപ്പം എന്തായി? ഒരു കോൺഫിഡൻസ് ആയി, ഇതൊന്നും ആരും കാണത്തില്ല. രണ്ടാമത് ചെയ്തു, മൂന്നാമത് ചെയ്തു, അങ്ങനെ 5, 7, 8, 10 ആയപ്പോഴത്തേക്കും പിടിക്കപ്പെട്ടു. അതായത് അങ്ങ് മുകളിൽ കൊണ്ടുപോയിട്ട് ഒറ്റയിടിയിൽ ഇതെല്ലാം കൂടെ പിടിക്കപ്പെട്ടു. അപ്പം കലിയുടെ ഉദ്ദേശം അതാ. നമ്മളൊരു തെറ്റ് ചെയ്താൽ അപ്പം തന്നെ ശിക്ഷ കിട്ടിയാൽ പിന്നെ നമ്മളത് ചെയ്യുമോ? അപ്പം കലിയുടെ ഉദ്ദേശം നമ്മൾ പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യണമെന്നാണ്. തിന്മ ചെയ്യുന്നവരെ നിയന്ത്രിക്കുന്നത് കലിയാണ്. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പം കലി മിണ്ടാതിരിക്കും, ഒന്നും ഇടപെടാൻ വരില്ല. നമ്മൾ വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും. അവസാനം ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ എന്താണേലും ചെയ്ത കുരുത്തക്കേടിൻ്റെയൊക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് നല്ലത് ചെയ്താൽ അത് അനുഭവിക്കും, ചീത്ത ചെയ്താൽ അതും അനുഭവിക്കും. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പാഴ്സലായിട്ട് കിട്ടും. ഒരു പക്ഷെ അത് ഈ ജന്മത്തിൽ അനുഭവിക്കണമെന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇരുന്നിട്ട് ഇത്രയും കുരുത്തക്കേട് ചെയ്തവനൊക്കെ ഒരു കുഴപ്പമില്ലാതെ സോഫയിൽ കിടന്നപ്പോൾ അങ്ങ് കാറ്റും. അപ്പം നമ്മൾ വിചാരിക്കും എന്തോ ഒരു സുഖമരണം. എന്നിട്ട് അടുത്ത ജന്മമാണ്, നമ്മളറിയുന്നില്ല, നമ്മളിതൊന്നും കാണുന്നില്ല. അടുത്ത ജന്മമായിരിക്കും ചിലപ്പോൾ നിത്യരോഗിയായിട്ടോ വികലാംഗനായിട്ടോ ഒക്കെ ജനിക്കുന്നത്. കാരണം എന്താ? ഭഗവാൻ പറഞ്ഞു ഈ ജന്മത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല, അത്രമാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ കൂട്ടി, അല്ലേ? നമ്മൾ ആരെയും മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, അസുഖമുള്ളവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവരെ മോശമായിട്ട് പറഞ്ഞതല്ല. എത്രയാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നില്ലേ? അപ്പം അത് പലപ്പോഴും നമ്മുടെ കർമ്മഫലമാണ്. അതുകൊണ്ടാണ് ഈ കൊച്ചു കുട്ടികളെ ആദ്യമേ ഭഗവത്ഗീത പഠിപ്പിക്കരുത് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഭഗവത്ഗീത നല്ല ആധ്യാത്മിക തത്വങ്ങളാണ്. അപ്പം അതിനകത്ത് നമ്മുടെ കർമ്മവും ഫലവും പറയുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ പല തെറ്റുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ പലതും അനുഭവിക്കുന്നത്. അപ്പം രോഗിയായിട്ടുള്ള ഒരാളെ ഭഗവത്ഗീത പഠിച്ച ഒരു കുട്ടി കണ്ടാൽ പറയും, അത് കഴിഞ്ഞ ജന്മത്തിൽ കുരുത്തക്കേടൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അനുഭവിക്കുന്നത്.
എന്ന് പറയും. അതായത് മനസ്സിലെ കാരുണ്യം ആർദ്രത ഇല്ലാതെയാവും. നേരെ മറിച്ച് അത് കഴിഞ്ഞ ജന്മത്തിലെ ആയിരിക്കും അനുഭവിക്കുന്നത്, പക്ഷെ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്ന എന്തിനാണ്? സേവനം ചെയ്യാൻ, അല്ലേ? അതിനാണ് നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കലി അവസാനം കൊണ്ട് താഴെയിടും. നേരെ മറിച്ച് സനാതന ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരെ കലിക്ക് ബാധിക്കാൻ പറ്റില്ല. അവരെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ നോക്കുമ്പോൾ നമ്മൾ കുരുത്തക്കേട് കാണിക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോഴേ ഭഗവാൻ അടി തരും. എന്തുകൊണ്ടാ? പിന്നെ ഇവള് ചെയ്യരുത്, പിന്നെ അവളിത് ചെയ്യരുത് എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഭഗവാന്റെ ചിന്തകളും ലീലകളും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കും, തെറ്റിദ്ധരിക്കും. അത് അത്രമാത്രം ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കുള്ള ഈ വിശേഷ ബുദ്ധി ഏറ്റവും പ്രത്യേകതയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അറിവാണ് ഏറ്റവും പ്രധാനം. അത് തന്നെ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസത്തിലും പറയുന്നുണ്ട്. ഇപ്പൊ മൃഗങ്ങള് ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ടല്ലേ നടക്കുന്നത്. അപ്പൊ അതിൻ്റെ അവയവങ്ങളെല്ലാം എങ്ങനെയാണ്? ഭൂമിയിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിലാണ് ഏകദേശം, അല്ലേ? നട്ടെല്ല് നിവർത്തി പൂർണ്ണമായും സഞ്ചരിക്കുന്ന ഒരേ ഒരു വർഗം മനുഷ്യനാണ് പൂർണ്ണ സമയത്ത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എല്ലാ അവയവങ്ങൾക്കും ഒരുപോലെയല്ല. തലയ്ക്കാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഏറ്റവും കുറവുള്ളത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? തലയ്ക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹൃദയത്തിന് സ്ഥാനം കൊടുക്കേണ്ടത്. ബുദ്ധി ഉപയോഗിച്ച് വേണ്ടേ സ്നേഹിക്കാൻ? ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ ഇന്ന് കാണത്തില്ലേ ഇൻസ്റ്റയിലെ റീലും വാട്സപ്പിലെ ചാറ്റും ഒക്കെ കണ്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾ പല ബന്ധങ്ങളിലും പെടുന്നു, അപകടക്കെണിയിലും പെടുന്നു. എന്തുകൊണ്ടാണ്? ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആചാര്യന്മാർ പറയുന്നുണ്ട് എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, പക്ഷെ എല്ലാവരെയും ഒരേ അളവിലാണോ സ്നേഹിക്കുക? അതിന് എല്ലാവർക്കും ഓരോ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ സ്നേഹിക്കണം? ബുദ്ധി ഉപയോഗിച്ച് സ്നേഹിക്കണം. നമ്മൾ ഈ ജപമൊക്കെ ചെയ്യുമ്പോൾ, വിഷ്ണു സഹസ്രനാമമൊക്കെ ചെയ്യുമ്പോൾ, അംഗന്യാസ കരന്യാസം ഒക്കെ ചൊല്ലുമ്പോൾ ഋഷിയുടെ സ്ഥാനം ഇവിടെയാണ്. എന്തുകൊണ്ടാണ്? ഋഷയോ സത്യദൃഷ്ടാര. ഋഷി എന്ന് പറയുന്നത് സത്യത്തെ ദർശിച്ചവൻ, അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞവൻ. ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവനൊന്നും പറയാൻ തന്നെ പറ്റില്ല. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും പറയാൻ പറ്റില്ല. നാവ് കൊണ്ട് എച്ചിലാകാത്തതാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഋഷി എന്ന് പറയുന്നത് എന്താണ്? അറിവുള്ളവൻ, ആ പരമമായിട്ടുള്ള അറിവ് ലഭിച്ചവൻ. അതുകൊണ്ടാണ്. അപ്പൊ ഈ അറിവ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ആ അറിവ് കഴിഞ്ഞിട്ട് ആ ബുദ്ധി വെച്ചുകൊണ്ട് വേണം നമ്മൾ ആളുകളെ സ്നേഹിക്കാൻ. അത് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ നമ്മൾ വയറിന് കൊടുക്കാവൂ, ആഹാരത്തിന് കൊടുക്കാവൂ. അതിനും താഴെ നമ്മൾ പ്രത്യുൽപാദനത്തിന് കൊടുക്കാവുള്ളൂ. കൃത്യമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ വേദികളിലെ പ്രഭാഷണം നടത്തുന്ന ഒരു വിഷയമാണ് ഇത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദമാണെന്നും അതിലുള്ളത് എന്താണെന്നും ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും തോന്നും, യോ വേദത്തിലുള്ള എന്താണോ, ഇത്രയൊക്കെ ടീച്ചർ പറഞ്ഞു, പക്ഷെ എന്നിട്ടും വേദത്തിനുള്ളിലുള്ളത് എന്താണ് എന്ന് നമുക്ക് അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേദത്തിലുള്ളത് എന്താണെന്ന് അറിയാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രാമായണം കുറച്ചറിയാമോ? കുറെ അറിയില്ലേ? മഹാഭാരതം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ അറിയാമെങ്കിൽ വേദത്തിലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിന് കാരണം വേദത്തിലുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇതിഹാസവും പുരാണവും. വേദം നമുക്ക് എല്ലാവർക്കും വായിച്ചാലും മനസ്സിലാകാൻ അത്ര എളുപ്പമല്ല. അതിന് കാരണം എന്താണ്? പ്രത്യേകിച്ച് അത് സംസ്കൃത ഭാഷയിലാണ്. അപ്പം എല്ലാവരും പറയും ഇതൊക്കെ സംസ്കൃത ഭാഷയിൽ എഴുതി വെച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അറിയാവുന്ന ഭാഷയായിരുന്നു സംസ്കൃതം. അതുകൊണ്ടാണ് അതിൽ എഴുതിയത്. നമ്മളാണ് പിന്നീട് അതിനെ മറന്നുപോയത്.
അപ്പം ആ ഒരു സംസ്കൃതം നമുക്ക് മനസ്സിലാകാൻ അത്ര എളുപ്പമല്ല. അതിലെ ആശയങ്ങൾ എങ്ങനെയാണ്? അറിവാണെന്ന് പറഞ്ഞല്ലോ വേദത്തിൽ. അറിവിന് പരിധിയുണ്ടോ? എത്രമാത്രം പ്രപഞ്ചത്തിലെ സകല നിഗൂഢ രഹസ്യങ്ങളും അതിലുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യണം, ധർമാധർമ്മങ്ങൾ എന്താണ്, ഇത് മുഴുവനുണ്ട്. ഇത് മുഴുവൻ വിസ്തരിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗുരുക്കന്മാരെന്ത് ചെയ്തു? അതൊക്കെ കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ബുദ്ധി എന്താണ്? ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വളരെ വിശദീകരിച്ച് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ട് എന്ത് ചെയ്തു ആചാര്യന്മാർ? വേദത്തിലെ അതേ ആശയങ്ങളെ വളരെ വിശദീകരിച്ച് പുരാണത്തിലും ഇതിഹാസത്തിലും പറഞ്ഞു. ഒരു ഉദാഹരണം പറയാം. വേദത്തിലെ ഒരു ആശയമാണ് സത്യം വദ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സത്യം സംസാരിക്കുക, സത്യത്തിൽ ജീവിക്കുക, അല്ലേ? പക്ഷെ നമുക്ക് സംശയം തോന്നും, എന്നാൽ എത്രമാത്രം സത്യവാനായിരിക്കണം, എത്രമാത്രം നമ്മൾ സത്യം ശീലിക്കണം എന്നൊക്കെ സംശയം തോന്നും. അതിനു വേണ്ടിയിട്ട് സ്കന്ദപുരാണത്തില് 50 അധ്യായങ്ങളെ കൊണ്ട് ഹരിശ്ചന്ദ്ര ചരിതം പറഞ്ഞു. ഹരിശ്ചന്ദ്രൻ എങ്ങനെയുള്ളവാനാണ്? സത്യവാനല്ലേ? ഹരിശ്ചന്ദ്രനെ ഭക്തനായിട്ടൊന്നുമല്ല അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായിട്ടാ ചിത്രീകരിക്കുന്നത്? സത്യവാനായി. 50 അധ്യായങ്ങളെ കൊണ്ടാണ് പുരാണത്തിൽ പറഞ്ഞത്. കാരണം നമ്മുടെ ബുദ്ധി എങ്ങനെയാണ്? ഇത്രയും പറഞ്ഞാലേ നമുക്ക് കയറും. അപ്പൊ എന്താണ്? വേദത്തിന്റെ വിവരണമാണ് പുരാണം. ഇതുപോലെ തന്നെയാണ് വേദത്തിന്റെ വിവരണമാണ് ഇതിഹാസം. അതിലാണ് ലക്ഷണങ്ങൾ പറയും. ഈ വേദത്തിന് ഒരു ലക്ഷണമുണ്ട്. അതായത് പ്രഭു സംഹിതം എന്ന് പറയും. സംഹിതം എന്ന് പറഞ്ഞാൽ പോലെ. പ്രഭുവിൻ്റെ ചട്ടങ്ങളാണ്, ഓർഡേഴ്സ്. നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള ചട്ടങ്ങളാണ് ഈ വേദത്തിലുള്ളത്. പക്ഷെ അത് വളരെ ചുരുക്കിയാണ് എന്ന് പറഞ്ഞു. ഈ ചട്ടങ്ങൾ ആരൊക്കെ അറിയണം? ഒന്ന്, നമ്മളല്ല അനുസരിക്കണ്ടേ, നമ്മൾ അറിയണം. നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്നതോ നമ്മളിത് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഈശ്വരൻ കുറെ പേരെ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ദേവന്മാര്, അഗ്നി, വായു, വരുണൻ, ഇങ്ങനെ കുറെ പേര് ചുറ്റും നടക്കുന്നില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാത്റൂമിൽ കയറി ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് സിഗരറ്റ് വലിക്കും. അവിടെ വായുദേവനുണ്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ കൃത്യമായിട്ടും, അല്ലേ? നമ്മളെവിടെയെങ്കിലും പറമ്പിൽ പോയി ആരും കാണാതെ മദ്യപിക്കും. സോമനുണ്ട് അവിടെ, ചന്ദ്രഭഗവാനുണ്ട്, അല്ലേ? ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ. ഈ വിഷ്ണു സഹസ്രനാമത്തില് സാക്ഷി എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഈ സാക്ഷിയുടെ അർത്ഥം ഇതാണ് പറയുന്നത്. ഭഗവാൻ കുറേ പേരെ സാക്ഷികളായിട്ട് അയച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്നതൊന്നും ആരും അറിയുന്നില്ല എന്ന്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മളുടെ ഓരോ കർമ്മങ്ങൾ ചെയ്യാനെന്ന് പറയുകയാണ്. അപ്പൊ ഈ വേദത്തിലെ ചട്ടങ്ങൾ പ്രഭു സംഹിതമാണ്. ഇതാർക്കും അറിയണം? ദേവന്മാർക്കും അറിയണം, നമുക്കും അറിയണം. കാരണം നമ്മൾ ഇതൊക്കെ ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്ന് ദേവന്മാർക്ക് ചട്ടങ്ങൾ അറിഞ്ഞാലേ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനിയോ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ പുരാണത്തിനൊരു ലക്ഷണമുണ്ട്. അത് പറയുന്നത് സുഹൃത് സംഹിതം. സുഹൃത്തിനെ പോലെ പുരാണത്തിലെ കഥകൾ ഒരു സുഹൃത്തിനെ പോലെ നമുക്കെല്ലാം പറഞ്ഞു തരും. വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരും. ഇതിഹാസങ്ങളോ കാന്താ സംഹിതം, ഭാര്യയെ പോലെയാണ്. ഇതിഹാസം രണ്ടെണ്ണാണുള്ളത്, അല്ലേ? എന്താണ്? രാമായണവും മഹാഭാരതവും. ഇതിന് ഭാര്യയുടെ സ്വഭാവമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? എല്ലാ ഇടിവെട്ട്, എല്ലാ സാധനവും ഉണ്ടല്ലേ മഹാഭാരതത്തിൽ. അതായത് ഭാര്യയ്ക്ക് ചില സമയം അസാമാന്യമായിട്ടുള്ള സ്നേഹമായിരിക്കും. ചിലപ്പോൾ പരിഭവം കാണും, ചിലപ്പോൾ കുത്തുവാക്ക് കാണും, ചിലപ്പോൾ കരച്ചിൽ കാണും, ചിലപ്പോൾ ദേഷ്യം കാണും, ക്രോധം കാണും, എല്ലാ വികാരങ്ങളും കാണും, എല്ലാ ഭാവങ്ങളും ഉണ്ട്, നവരസങ്ങളും ഉണ്ട്. ഇത് തന്നെ നമ്മുടെ ഇതിഹാസങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് കാന്താ സംഹിതം എന്ന് പറയും. അതായത് വേദത്തിനെ വിവരിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ ഏതോ കാട്ടിലും ഗുഹയിലും ഒക്കെ ഇരുന്ന് എഴുതിയവര് ഇന്ന് ഈ മോഡേൺ ന്യൂ ജെൻ വേൾഡിൽ ഇതൊക്കെ ആപ്ലിക്കബിൾ ആണോ? ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ തുടങ്ങി. എന്നാണോ ഇതൊക്കെ തള്ളിക്കളയാൻ തുടങ്ങിയത്? വേദത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഷോഡശ സംസ്കാരം. ഈ ഷോഡശ സംസ്കാരത്തിനെ എന്ന് നമ്മൾ തള്ളിക്കളയാൻ തുടങ്ങിയോ ആ ജനറേഷൻ, ആ കാലഘട്ടം തൊട്ട് മനുഷ്യന്റെ സ്വഭാവത്തിലും ചിന്തയിലും എല്ലാം മാറ്റം വരാൻ തുടങ്ങി. നമ്മൾ ജീൻ പറയത്തില്ലേ?
ആ ജീനിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ മുത്തച്ഛൻ്റെ അവിടെ തൊട്ട് മാറ്റം വന്ന ആ ജീനിൽ ഇങ്ങനെ മാറ്റം വരാൻ തുടങ്ങി. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ സ്വഭാവത്തിനെ എവിടെ തൊട്ടാണ് നമുക്ക് കുറേയൊക്കെ രൂപവൽക്കരിക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഗർഭ ഉപനിഷത്തൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ പലതും അന്ധവിശ്വാസമാണ്, അബദ്ധജടിലമാണ് എന്ന് തീരുമാനിച്ചു. അതിനുശേഷം കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ് കുരുത്തക്കേട് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും ഭർത്താവിനോട്? നിങ്ങളുടെ സ്വഭാവമല്ലേ കാണിക്കുന്നത് എന്ന് പറയും. അപ്പൊ അച്ഛൻ്റെ സ്വഭാവമാണ് കുഞ്ഞ് കാണിക്കുന്നതെങ്കിൽ ഹിരണ്യകശിപുവിന് എങ്ങനെയാണ് പ്രഹ്ലാദനെ പോലെ ഒരു കുഞ്ഞുണ്ടായത്? അമ്മ ചെയ്യേണ്ടത് ചെയ്തു അല്ലേ? ആ കാലഘട്ടത്തിൽ അമ്മ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ആ ഈശ്വര സാധനയോടുകൂടി ഇരുന്നപ്പോൾ നല്ല കുട്ടി ഉണ്ടായി. പക്ഷെ പ്രഹ്ലാദ ചരിതം പലപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളെ കഥ പറഞ്ഞുറക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ളത് അല്ല. അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ വയറ്റിൽ വളരുമ്പോൾ പതുക്കെ പതുക്കെ പഞ്ചേന്ദ്രിയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതിലേറ്റവും ആദ്യം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ഡെവലപ്പ് ചെയ്യുന്നത് ചെവിയാണ്. അതുകൊണ്ടാണ് നമ്മളോട് നാമമൊക്കെ ജപിക്കണം, ബഹളമുള്ള സീരിയൽ സിനിമയും കുത്തും അടിയൊന്നും കാണരുത്, വീട്ടിലാരും ബഹളമൊന്നും വെക്കരുത്, ഈ കുഞ്ഞിനെ പറ്റി പോലും വേണ്ടായിരുന്നു, എങ്ങനെയോ സംഭവിച്ചു പോയി, ഇങ്ങനെയുള്ള ഒന്നും പറയരുത് എന്ന് പറയുന്ന ഇതാണ്. നല്ലതുപോലെ നാമം ജപിച്ച് ഈ കുട്ടിക്ക് പറയുന്നത് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് വിചാരിക്കരുത്, ഭാവം മനസ്സിലാവും. ഇപ്പം ഇവിടെ ഒരു ജപ്പാൻകാരൻ വന്നിട്ട് ജപ്പാൻ ഭാഷയിൽ എന്നെ വഴക്ക് പറയുവാണെങ്കിൽ എനിക്ക് ജപ്പാൻ ഭാഷ അറിയത്തില്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടുവാണ്. ഇത് തന്നെയാണ് കുഞ്ഞിനും അമ്മയുടെയും ചുറ്റുപാടുള്ളവരുടെയും ഭാവം ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും പുറത്തു വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ വളരെ റിബലായിട്ടും ദേഷ്യവും കാണിക്കുന്നത്. വയറ്റിൽ കിടക്കുമ്പോൾ വളരെ ശാന്തമായിട്ടും സാത്വികമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിതം നയിക്കണം എന്ന് പറയുന്നതാണ്. പുറത്ത് വന്നിട്ട് 40 വർഷം ഈ കുഞ്ഞിനെ നന്നാക്കാൻ നടക്കുന്നതിന് ഭേദമല്ലേ 10 മാസം ചെയ്യേണ്ടത് ചെയ്താൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് വലിയ റിസ്ക് എടുത്ത പരിപാടിയൊന്നുമല്ലോ. നമ്മൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലേ? പിന്നെ നമുക്ക് കുറച്ച് മനസ്സമാധാനമായിട്ട് ഒരു റിമോട്ട് കൺട്രോൾ കയ്യിലിരുന്നാൽ മതി, കുഞ്ഞിനെ ആ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ചെറുതായിട്ട് കുഞ്ഞിൻ്റെ സ്കിൻ ഡെവലപ്പ് ചെയ്യും പഞ്ചേന്ദ്രിയങ്ങളിൽ. അതുകൊണ്ടാണ് പൊക്കിളിൽ തൊട്ടൊക്കെ ജപിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. കാരണം കുട്ടി എവിടെയാണ് കണക്ഷൻ? പൊക്കിളുമായിട്ടാണ്. അപ്പോൾ ആ തൊടുമ്പോൾ ആ കുഞ്ഞിന് ഫീല് കിട്ടും. നമ്മൾ ജപിക്കുമ്പോൾ ആ വൈബ്രേഷൻ കുഞ്ഞിന് കിട്ടും. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കുഞ്ഞിന് ആ ടച്ച് വരില്ല. പൊക്കിളിൽ തൊട്ടുകൊണ്ട് ജപിക്കണം എന്ന് പറയും. ഇതുകൊണ്ടാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ അന്നത്തെ ദിവസം തന്നെ നമ്മളൊരു നാമകരണം നടത്തും. പണ്ട് കാലത്തുണ്ടായിരുന്നു, ഇപ്പം അതില്ല. ആദ്യത്തെ ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ കഴുകുന്നതിന് മുമ്പ് അച്ഛൻ വാങ്ങി ആ കുഞ്ഞിൻ്റെ ചെവിയിൽ വേദോസി എന്ന് പറയുന്ന ഒരു നാമകരണം നടത്തും. വേദോസി എന്നാൽ നീ വേദമാകുന്നു എന്നാണ്. ഇത് മുസ്ലിംസിൻ്റെ ഇടയിലും ഉണ്ട്. എന്തോ കൽമ ചൊല്ലുന്നോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവർക്കും ഉണ്ട് ഈ ചടങ്ങ്. ഇത് ജനിച്ചാൽ ഉടനെ ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കുഞ്ഞിൻ്റെ ചെവി ഡെവലപ്ഡാണ്, കുഞ്ഞിനത് കേൾക്കും, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്ന ചടങ്ങ് നാമകരണമാണ്. 11-ാം ദിവസം 10 ദിവസം വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. കുഞ്ഞിന് മുലപ്പാലൊക്കെ കുടിച്ച് പ്രതിരോധ ശക്തി വരുന്നതിന് മുമ്പ് നാട്ടുകാരെ ഒന്നും വീട്ടിലേക്ക് കയറ്റരുത്. അതുകൊണ്ടാണ് പുലാവാലായ്മയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയോ ഈ 10 ദിവസത്തിന് കുഞ്ഞ് പൊക്കിൾ കൊടിയൊക്കെ വീണ് സ്വയം ശ്വാസം എടുക്കാൻ തുടങ്ങും പൂർണ്ണമായിട്ട്. അപ്പോഴാണ് ആ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആകുന്നത്, വ്യക്തിയാവുന്നത്. നമുക്ക് പേരിടുമ്പോൾ നമ്മളൊരു വ്യക്തിയായിട്ട് മാറിയില്ലേ? ഇപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ പേര് പറയുമ്പം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലാവും അത് ഇന്നയാളാണ് അല്ലേ? സാവിത്രി, അന്തർജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ആ പേരിടുമ്പോൾ നമുക്കൊരു വ്യക്തിത്വം വന്നു. നമ്മളുടെ ആ ഒരു വ്യക്തിത്വം പ്രകടമാക്കേണ്ടതുണ്ട്, വ്യക്തമാക്കേണ്ടത് കൊണ്ടാണ് വ്യക്തി എന്നുള്ള പേര് വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ പേരെന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ശ്വാസം എടുത്ത് കഴിയുമ്പോഴേ ആ കുട്ടി ഒരു ഇൻഡിവിജ്വലായിട്ട് വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ടാണ് 11-ാം ദിവസം
ഈ നാമകരണം വെച്ചിരിക്കുന്നത്. കാരണം കുഞ്ഞിനെ കേൾക്കാം. എന്നാൽ ചോറൂണ് എപ്പോഴാണ് വെച്ചിരിക്കുന്നത്? 6-ാം മാസം. എന്തുകൊണ്ടാണ്? മുമ്പ് പറഞ്ഞതുപോലെ ആചാര്യന്മാർ ചുമ്മാ ഏതെങ്കിലുമൊക്കെ ഓർഡറിൽ വെച്ചതല്ല. നാക്ക് പുളിയും രസവും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ 6 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ വിടുന്നത്. കാരണം കൊച്ചു സംസാരിക്കണ്ടേ, പിന്നെ സമയം എടുക്കുമല്ലോ ശരിക്കും നന്നായിട്ട് സംസാരിക്കാൻ. സംസാരിച്ചൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ സ്കൂളിൽ വിടുന്നത്. ഓരോ ചടങ്ങിനും അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയുള്ള കുട്ടി ഉണ്ടാകണം, കറുത്ത കുട്ടി ഉണ്ടാകണം, വെളുത്ത കുട്ടി ഉണ്ടാകണം, ഇതൊക്കെ ഏത് ദിവസമാണ് വേണ്ടത് എന്നുണ്ട്. വെളുത്ത കുട്ടി ഉണ്ടാകണോ, ആയുസ്സുള്ള കുട്ടി ഉണ്ടാകണോ, ഇതൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. അറിവുള്ള കുട്ടി ഉണ്ടാകണോ, പെൺകുട്ടി വേണോ, ആൺകുട്ടി വേണോ, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ശിശു ഉണ്ടാകാനുള്ള ചടങ്ങുകൾ മുഴുവൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പുംസവനം, സീമന്തോ, നയനമൊക്കെ ചെയ്യും. ആ സമയത്ത് പേരാലിക്കൊണ്ടിൻ്റെ ഈ പാലും ഒക്കെ ചേർത്ത് ഔഷധക്കൂട്ടുകൾ, നെയ്യ് നമുക്കറിയാം ബുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ് അല്ലേ. ആ സമയത്ത് നമ്മൾ ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ നെയ്യ് സേവിക്കും ക്ഷേത്രത്തിൽ നിന്ന്. ഇതെല്ലാം വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല. പക്ഷേ മുമ്പ് പറഞ്ഞതുപോലെ എന്നാണോ ഇതെല്ലാം അബദ്ധജടിലമാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ലഭിച്ചു കഴിയുമ്പോഴേക്കും, ഒരു +2, ഡിഗ്രി അല്ലെങ്കിൽ ഇനി PG ഒക്കെ എടുക്കുമ്പോഴേക്കും അവർക്കൊരു തോന്നാൻ തുടങ്ങും, നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് വിവരമില്ല, അവർ 10ാം ക്ലാസ് ഗുസ്തിയൊക്കെ ആണെന്ന് തോന്നും. പക്ഷേ ഞാൻ 24 വർഷം അതും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ് പോലെയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടും ഞാൻ പറയുകയാണ്, എൻ്റെ ഈ വിദ്യാഭ്യാസം, എനിക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷനുണ്ട്, PhD ഒക്കെ ചെയ്യണം, പിന്നെ കുറേ ഡിഗ്രികളും ഉണ്ട്. ഇതൊന്നും വെറുതെ ഗമയ്ക്ക് വേണ്ടി പറയുമല്ല. ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കിതുകൊണ്ടുള്ള പ്രയോജനം ജോലി കിട്ടി എന്നുള്ളതാണ്. കൃത്യമായിട്ട് ജോലി കിട്ടി, ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പ്രശ്നവും ഒരു തിയറിയും സോൾവ് ചെയ്ത് തന്നിട്ടില്ല. ഇപ്പം ഞാൻ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ സോൾവ് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വന്നപ്പോൾ അത് അച്ഛനമ്മമാരുടെ ഉപദേശങ്ങൾ, ഞാൻ വായിച്ച നല്ല ഗ്രന്ഥങ്ങൾ, ഗുരുക്കന്മാരുടെ വാക്കുകൾ, ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു പീരിയോഡിക്കൽ ടേബിളും ഫിസിക്സിൻ്റെ ഒരു ഫോർമുലയും സോൾവ് ചെയ്തിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിലബസ് മാറിപ്പോയി. നമ്മുടെ സിലബസിലുള്ളത് സ്റ്റഡി ഫോർ ലൈഫാണ്. സ്റ്റഡി ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ജോലി വേണം. അപ്പോൾ ആ ജീവിതത്തിന് വേണ്ടിയുള്ള പഠനം, സ്റ്റഡി ഓഫ് ലൈഫ് ഇല്ല, ജീവിതത്തെ പറ്റിയുള്ള പഠനം ഇല്ല. അതുകൊണ്ട് 97% ആത്മഹത്യ ഹിന്ദുക്കളുടെ ഇടയിലും, 2% ക്രിസ്ത്യാനികളുടെ ഇടയിലും, 1% മുസ്ലിങ്ങളുടെ ഇടയിലും. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ആയെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്തുകൊണ്ടാണ്? ഇത്രമാത്രം ഒരു വിദ്യാഭ്യാസമുള്ള കുട്ടിക്ക് ജീവിതം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ അച്ഛന് വിവരമില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കേട്ട് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കരുത്. 10-20 ഓണം അല്ലെങ്കിൽ 30 ഓണം കൂടുതലുണ്ടത് പ്രത്യേകത തന്നെയാണ്. ഈ കുട്ടികൾക്ക് ശമ്പളം കിട്ടുന്നല്ലാതെ ജീവിതം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അത് നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നമ്മളുടെ ആചാര്യന്മാരുമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞാൻ OETയുടെ എക്സാമിനറാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് അതിൻ്റെ എക്സാമിനറാണ്. അപ്പോൾ അതിന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കൂടുതലും നേഴ്സസ്, ഡോക്ടേഴ്സൊക്കെയാണ് എക്സാമിനായിട്ട് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിൽ എനിക്ക് അവരോട് വളരെ ബഹുമാനം തോന്നും. എല്ലാവരുടെ കയ്യിലും കൊന്ത കാണും. വളരെയധികം ഇതായിട്ട് ആ കൊന്ത ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കും. കഴുത്തിൽ പോലുമല്ല, കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. കാരണം അവരുടെ ധൈര്യം അതാണ്. നമുക്കെന്താ വേണ്ടത്? പ്രശ്നങ്ങളെ നേരിടുക, ധൈര്യമായിട്ട് ഓരോ സിറ്റുവേഷൻസ് നേരിടുക എന്നുള്ളതല്ലേ. നമുക്കാണെങ്കിൽ പലപ്പോഴും ചരട് കെട്ടുക, അല്ലെങ്കിൽ കഴുത്തിൽ അല്ലെങ്കിൽ മുല്ലപ്പൂ വയ്ക്കുക, കഴുത്തിലൊരു ചരട് കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ജാള്യതയാണ്. ഏതെങ്കിലും രീതിയിൽ അവനവൻ്റെ ധർമ്മത്തിൽ, അവനവൻ്റെ മതത്തിൽ ആചാര്യന്മാരെങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് തന്നെ ശാന്തമായിട്ട് ജീവിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല.
നമ്മുടെ ജീവിതത്തിലേക്കുള്ള പ്രായോഗിക പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ തീരും. പകുതിയല്ല, മുഴുവൻ തന്നെ തീരും ശരിക്കും പറഞ്ഞാൽ. അപ്പം ആ രീതിയിൽ നമ്മളുടെ ഈ വേദങ്ങളെ സമീപിക്കുക, ഈ രീതിയിലുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക. ഈ അറിവ് ഉണ്ടാക്കി കഴിഞ്ഞാലോ നമുക്ക് പിന്നെ ആരെന്ത് പറഞ്ഞാലും കുലുക്കയില്ല. ഇപ്പം തന്നെ ശബരിമല പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്ക് ആകെ സംശയം വന്നു, ആചാരം വേണോ വേണ്ടയോ എന്നൊക്കെ സംശയം വന്നു അല്ലേ? വിഷ്ണു സഹസ്രനാമം വായിച്ചിട്ടുള്ള ഒരാൾക്ക് സംശയമില്ല, ആ അറിവ് കിട്ടി. ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരത്തിൽ നിന്നും ധർമ്മം ഉദ്ഭവിക്കുന്നു. ആ ധർമ്മം ആരാണ്? അച്യുതനാണ്, ഭഗവാനാണ് എന്ന് പറയുകയാണ്. മാത്തമാറ്റിക്സ് പഠിച്ചുള്ളവർക്കറിയാം, ഇഫ് എ ഈക്വൽ ടു ബി ആൻഡ് ബി ഈക്വൽ ടു സി ആണെങ്കിൽ എന്താണ്? എ ഈക്വൽ ടു സി ആയിരിക്കും. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആചാരം ഈക്വൽ ടു ധർമ്മം, ധർമ്മം ഈക്വൽ ടു ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ ആചാരം ഈക്വൽ ടു ഭഗവാൻ. ആചാരം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വിഷ്ണു സഹസ്രനാമം പഠിച്ച് ഈ അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശബരിമല കാര്യമല്ല, എവിടെ വന്നാലും നമുക്ക് സംശയം തോന്നുമോ? നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ അതിന് ആ റിപ്ലൈ കിട്ടി. ഇതാണ് അറിവിൻ്റെ പ്രാധാന്യം. അപ്പം അതുകൊണ്ട് വേദം എന്ന് പറയുന്നത്, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഈ പ്രഭാഷണം സമാപിപ്പിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്കാരം ഞാൻ സംസ്കരിച്ചെടുക്കുന്നത്, നമ്മൾ മാറ്റം വരണം. ജനിച്ചത് തൊട്ട് മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ഇരുന്നാൽ പോരാ. മാറ്റങ്ങൾക്ക് വിധേയമാണ്, സംസ്കരിക്കപ്പെടണം. അതിന് വേണ്ട കാര്യങ്ങൾ എവിടെ പറഞ്ഞിരിക്കുന്നു? വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ പറയുന്ന പേരാണ് വൈദിക സംസ്കാരം. നമ്മുടെ സംസ്കാരത്തിൻ്റെ പേരതാണ്, വൈദിക സംസ്കാരം. ഇതിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സനാതനം. അപ്പം നമ്മൾ ഒരാളെ നോക്കിയിട്ട് പറയാം, നല്ല വലിയ കണ്ണാണ് എന്ന് പറയുകയാണ്. കണ്ണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് വലുത് എന്നുള്ളത്. അതുപോലെ തന്നെ വൈദിക സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് സനാതനം. എന്നും തനമായി നവമായി നിൽക്കുന്നത്, എന്നും പുതിയതായി നിൽക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഈ വേദത്തിലെ ആശയങ്ങൾ ഏത് കാലഘട്ടത്തിൽ എടുത്താലും അതിന് പ്രാധാന്യമുണ്ട്, റെലവൻസ് ഉണ്ട്. അതന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം കലികാലമാണ്, കലികാലത്തിൻ്റെ അവസാന ദിവസം എടുത്താലും അടുത്ത ചതുർയുഗം വന്നാലും ഇത് ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. നമ്മൾ സിലബസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആവത്തില്ലേ? അതുപോലെ ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. വേദത്തിലെ അറിവുകൾ ഏത് കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അത് സനാതനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചെയ്യേണ്ടത് ആ വേദത്തിലെ അറിവുകൾ ജീവിതത്തിൽ പകർത്തി സനാതന ധർമ്മത്തിൽ ഉറച്ച് എട്ടമല നോക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനായി ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഉത്സവ വേളയിൽ എനിക്കിതുപോലെ ഈ ഒരു ശാസ്താ ക്ഷേത്രത്തിൽ, മഹാദേവൻ്റെ കൂടെ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ ഇത്രയും നേരം ഭഗവത് കാര്യങ്ങളെ അനുസ്മരിക്കാൻ അവസരം തന്ന എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്നെ ക്ഷമയോടെ ശ്രമിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമസ്തേ.